ഭാരതീയ ജനതാ പാർട്ടിയുടെ കടക്കാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ജനസഭയുടെ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഓമി എന്ന അഖിൽ, ഓമി എന്ന അഖിൽ, അതോ അഖിൽ എന്ന ഓമി എന്നാണെന്നുള്ള എൻ്റെ സംശയമുണ്ട്. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ രജികുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് മാധവൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു, ഈ പഞ്ചായത്തിൻ്റെ ചുമതല വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ സജു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സൗമ്യ, നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ഷീബ, രേഖ, വേദിയിലുള്ള വക്കം സുനിൽ, വക്കം അജിത്ത്, ആതിര, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മുതിർന്ന നേതാവ് ശ്രീ കടക്കാവൂർ അശോകൻ, ശ്രീ അനീഷ്, മറ്റ് സാബു, മറ്റ് പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, സാബു വൈസ് പ്രസിഡന്റാണ്, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സാബു, മറ്റ് സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. കടക്കാവൂരിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായി ഇന്ന് നടക്കുന്ന ഈ പൊതുസമ്മേളനം ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയുടെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ യോഗം സംഘടിപ്പിക്കാനുള്ള കാരണം, ഇത്രയും കാലം മറ്റ് പാർട്ടികളിൽ, മറ്റ് ആശയധാരകളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അങ്ങനെയുള്ള നിരവധി പേർ ആ പാർട്ടികളുടെ പ്രവർത്തനത്തിലെ അർത്ഥശൂന്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരാൻ സന്നദ്ധരായിട്ടുള്ള പശ്ചാത്തലത്തിൽ അവരെ എല്ലാവരെയും BJP-യിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ജനസഭ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഈ നാട്ടിൽ സാധാരണക്കാരൻ, ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണമാണ്. പക്ഷേ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള ഭരണം, അതാണ് നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ, പ്രാദേശിക ഭരണകൂടങ്ങൾ. ഓരോ പ്രദേശത്തിൻ്റെയും വികസനം, ആ വികസനം നേരിട്ട് പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഒക്കെ. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടുന്ന വികസന പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ഓരോ പൗരനും അവരവരുടെ നിത്യജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇടതുമുന്നണി, കമ്മ്യൂണിസ്റ്റ് മുന്നണി, അവര് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എല്ലാ സ്ഥലത്തും വികസന സദസ്സുകൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് ഈ നാട്ടിലുണ്ടായിട്ടുള്ള വികസനത്തിന്റെ കണക്കുകൾ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പാർട്ടി പത്രമായിട്ടുള്ള ദേശാഭിമാനി അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഈ പണ്ടൊക്കെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾ ഈ ബോബനും മോളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, ധാരാളം തമാശകളൊക്കെയുള്ള ഒരു കാര്യമാണ്.
ആ ബോബനും മോളിയും വായിച്ച് രസിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബോബനും മോളിയും നിന്നുപോയി. ഈ കാലത്ത് ഇപ്പൊ ആളുകൾ രസിക്കുന്നത് ദേശാഭിമാനിയിൽ വികസന സദസ്സിന്റെ വാർത്ത വായിച്ചിട്ടാണ്. കാരണം ബോബനും മോളിയേക്കാൾ കൂടുതൽ തമാശയാണ് ഈ വികസന സദസ്സിന്റെ വാർത്തയിലുള്ളത്. ഞാൻ ഈ കടക്കാവൂരിന്റെ വാർത്ത കണ്ടു ദേശാഭിമാനി പത്രത്തിൽ, പഞ്ചായത്ത് വികസന സദസ്സിന്റെ വാർത്ത. വാസ്തവത്തിൽ ഞാൻ വായിച്ചപ്പോ എനിക്കും ചിരി വന്നു. കാരണം അവരെഴുതിയിരിക്കുന്നത് പഞ്ചായത്തിൽ ഇതുവരെയായിട്ട് 1128 കോടിയുടെ വികസന പ്രവർത്തനം നടപ്പിലാക്കിയെന്നാണ്. അതിന്റെ വിശദമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട്. MLA ഫണ്ടിലൂടെ 72 കോടി. കാരണം ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ MP ആയിരുന്നു. MP ആയിരുന്ന കാലത്ത് ഒരു വർഷം MP മാർക്ക് കിട്ടുന്നത് 5 കോടിയാണ്. അതിൽ കോവിഡിന്റെ കാലത്ത് ആ ഫണ്ട് നിർത്തലാക്കിയിരുന്നു. എന്നാൽ പോലും 5 കൊല്ലം ഇവിടുത്തെ MLAക്ക് കടക്കാവൂർ പഞ്ചായത്തിന് കൊടുക്കാൻ, കാരണം ഈ മണ്ഡലത്തിൽ 5 6 പഞ്ചായത്തുകളുണ്ട്, 8 പഞ്ചായത്ത്. ഈ 8 പഞ്ചായത്തിൽ കടക്കാവൂർ പഞ്ചായത്തിന് മാത്രം അദ്ദേഹം 72 കോടി കൊടുത്തു. അദ്ദേഹത്തിന് ആകെ കിട്ടുന്നത് 25 കോടിയിൽ കിട്ടാനുള്ള ഒരു വകയുണ്ടെന്ന് ഇതുവരെ എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഈ ഒരപ്പം കൊണ്ട് 1000 പേരെ ഊട്ടി എന്നൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയ മഹാനാണ് ഇവിടുത്തെ MLA എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം 25 കോടി അദ്ദേഹത്തിന് ആകെ കിട്ടുന്നതിൽ 8 പഞ്ചായത്തിന് വീതം വെച്ചിട്ട് കടക്കാവൂർ പഞ്ചായത്തിൽ മാത്രം 72 കോടി കൊടുത്തു. പിന്നെ ജില്ലാ പഞ്ചായത്ത് വഴി 5.44 കോടി, ബ്ലോക്ക് പഞ്ചായത്ത് വഴി 1.32 കോടി, തൊഴിലുറപ്പ് പദ്ധതി വഴി 19.5 കോടി. ആ 19.5 കോടി പിണറായി വിജയന് ഒരു റോളും ഇല്ലാത്ത കോടിയാണ്. കാരണം അത് നേരിട്ട് നരേന്ദ്രമോദി കൊടുക്കുന്നതാണ്. പിന്നെ MP ഫണ്ടിലൂടെ 36 ലക്ഷം രൂപ. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയിട്ട് എനിക്ക് 1228 കിട്ടിയില്ല. എന്നാലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിച്ച ഈ കണക്ക് അത് ദേശാഭിമാനി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 1128 കോടിയുടെ വികസനം ഈ ഒരു പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് എത്ര വലിയ വികസനം നടന്നിട്ടുണ്ടാവണം. ഭൂമി പറയുന്നതൊന്നും കണക്ക് ശരിയല്ല എന്നായിരിക്കും തോന്നുന്നത്. ഇവിടെ പണിയുന്നതൊക്കെ ഒന്നും സർക്കാരിന് റോളില്ല എന്ന് പറയുന്നു. കാരണം നമ്മള് ഇത്രയും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിംഗപ്പൂർ ആകണമായിരുന്നു. കേരളം മുഴുവൻ ഒരു സിംഗപ്പൂരിന്റെ രീതിയിലേക്ക് മാറണമായിരുന്നു. കടക്കാവൂരെങ്കിലും ആകണമായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്ത് നടന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. 1128 കോടി രൂപ കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് കടക്കാവൂർ പഞ്ചായത്തിൽ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം. ഞാൻ ഈ പറയാൻ കാരണം ഇങ്ങനെയുള്ള പച്ചക്കള്ളം ആളുകളുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഉളുപ്പവും ഇല്ലാത്ത ആളുകളായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് മുന്നണിക്കാർ മാറിയിരിക്കുക. കാരണം മുന്നിലിരിക്കുന്ന ആൾക്കാര് CPM-കാരാണെങ്കിലും അവർക്കും അറിയാലോ കാര്യങ്ങൾ. അവരവിടെ ഒന്നും പറയില്ല, പക്ഷെ അവർക്കും അറിയാൻ കാര്യങ്ങൾ. അവരോട് പറയാണ് ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ഇത്രയും കാലം കൊണ്ട് 5 കൊല്ലക്കാലം കൊണ്ട് 1128 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കി. ഇവിടെ ഇപ്പോ കല്ലൂർ കോണം അവിടുത്തെ ദേശീയപാത, ആ ദേശീയപാതയുടെ അവിടെ മേൽപ്പാലത്തിന്റെ ആവശ്യം ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ എത്രയോ കാലമായിട്ട് ഉന്നയിക്കുന്നതാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ഇവര് ഈ കാര്യത്തിൽ എന്താ ചെയ്തത്? ജനങ്ങളോട് പറയേണ്ടത് ഇതാണ്. വികസന സദസ്സ് പറയുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്ത് ചെയ്തു? ഇതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചെക്കാല വിളാകം ചന്ത പൊളിച്ചു മാറ്റിയിട്ട് കാലം എത്രയായി? അത് പൊളിച്ചു മാറ്റുമ്പോ എന്താ പറഞ്ഞിരുന്നത്? ഒരൊറ്റ കൊല്ലം കൊണ്ട് ഞങ്ങളത് പുനർനിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടാണ്
അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കാലം എത്രയും അതിനെപ്പറ്റി എന്തെങ്കിലും ഈ വികസന സദസ്സിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ദേശാഭിമാനിയിൽ പറഞ്ഞിട്ടില്ല. കാരണം ദേശാഭിമാനിയിലെ ആ കടക്കാവൂർ പഞ്ചായത്തിന്റെ മുഴുവൻ വാർത്ത ഞാൻ വായിച്ചു, വികസന സദസ്സിന്റെ മുഴുവൻ വാർത്ത. അവിടെ MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും ഇവരൊക്കെ പറഞ്ഞത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യാതെ പോകും എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ ആ കാര്യത്തിലില്ല. ഇപ്പൊ ചന്തയില്ല, ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിയുമായി. അതാണ് അവിടുത്തെ സ്ഥിതി. ഈ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്, സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തെരുവ് നായ്ക്കളെ കർശനമായിട്ട് പൊതുസ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യണം. കേരള ചീഫ് സെക്രട്ടറി ഈ സുപ്രീം കോടതി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഉത്തരവ് നേരത്തെ കൊടുത്തതിന് ശേഷം ആ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താത്തതിന്റെ പേരിൽ ചീഫ് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചു വരുത്തി. കോടതി പറഞ്ഞു, കേരള ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി കാരണം ബോധിപ്പിക്കണം, എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നടപടിയെടുത്തില്ല എന്ന്. കടക്കാവൂർ പഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന്റെ രൂക്ഷത, ആ രൂക്ഷത നമുക്ക് എല്ലാവർക്കും അറിയാം. വികസന സദസ്സ് അക്കാര്യത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പാതകളിൽ, വഴിയോരങ്ങളിൽ, ജംഗ്ഷനുകളിൽ, ബസ് സ്റ്റാൻഡിൽ, ഇവിടെയൊക്കെ വഴിയാത്രക്കാരെ പട്ടി കടിക്കുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 മാസം സെപ്റ്റംബർ മാസത്തിലാണ് ഒരു തെരുവുനായ കുറുകെ ചാടിയിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരു കൊച്ചു പെൺകുട്ടി, ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. കുട്ടിയുടെ മാതാപിതാക്കൾക്കടക്കം ഗുരുതരമായിട്ട് പരിക്കേറ്റത്. തെരുവുനായ പ്രശ്നത്തിൽ എന്താ പരിഹാരം ഈ പഞ്ചായത്ത് കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ടുണ്ടാക്കിയത്, ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പരാമർശമില്ല. എന്തുകൊണ്ടാ തെരുവുനായ ശല്യം ഇത്ര രൂക്ഷമായിട്ട് നമ്മുടെ നാട്ടിൽ തുടരുന്നത്? മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താത്തത് കൊണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു? എന്ത് പരിഹാരം ഉണ്ടാക്കി? ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. 5 കൊല്ലക്കാലം ഭരിക്കുന്നു. കേരളവും കടക്കാവൂരും നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം, ആ പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. 1000-ലധികം കോടി ചെലവഴിച്ചു എന്ന് പറയുന്ന ആളുകൾ ഈ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു? എന്ത് പരിഹാരം ഉണ്ടാക്കി? ഒരു പരിഹാരത്തെക്കുറിച്ചും ഒരു അവകാശവാദവും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. നമ്മുടെ തദ്ദേശ ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം മുഴുവൻ ഇല്ലാതായി എന്നാണ്. തലേ ദിവസം രാത്രി കിടന്നുറങ്ങുന്ന ആളുകൾ രാവിലെ എഴുന്നേറ്റപ്പോ ഇത് എപ്പോഴാണ് ഈ രാത്രിയുടെ ഉറക്കത്തിനിടയിൽ എപ്പോഴാണ് ദാരിദ്ര്യം ഇല്ലാതായത് എന്ന് സംശയിച്ചു. കാരണം പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ പുതുയുഗം പിറന്നു എന്നാണ് ദേശാഭിമാനി പറഞ്ഞത്. രാവിലെ ആവുമ്പോഴേക്ക് ദാരിദ്ര്യം മുഴുവൻ ഇല്ലാതായി. അപ്പൊ ഈ തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ, ആ കള്ളങ്ങൾ പടച്ചുവിടുമ്പോ വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നവർ, ഈ പഞ്ചായത്തിന് നേതൃത്വം നൽകുന്നവർ അവർ തിരിച്ചറിയണം. കടക്കാവൂരിലെ റോഡുകളുടെ സ്ഥിതി എന്താ? റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി. ആ റോഡുകൾ നന്നാക്കാൻ ഈ പഞ്ചായത്തിന് താല്പര്യമില്ല. ബൈക്ക് യാത്രികരടക്കമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അപകടത്തിൽപ്പെടുന്നു. എത്ര റോഡുകൾ ഈ MLA, ഈ പഞ്ചായത്ത് നന്നാക്കി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സഞ്ചാരയോഗ്യമാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ആ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ ജനങ്ങളുടെ വേദനകൾ, ആ വേദനകൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ഭരണ സംവിധാനം, അങ്ങനെ ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് ഈ പഞ്ചായത്തിലും കേരളത്തിലുള്ളത്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവര് ആഡംബരത്തിന്റെയും അതോടൊപ്പം അഴിമതിയുടെയും ഒരു മായാലോകത്താണ്. നമ്മുടെ മുഖ്യമന്ത്രി മാസത്തിൽ പകുതി സമയം വിദേശത്താണ്. ഇന്നലെ മിനിയാന്നോ മറ്റോ മുഖ്യമന്ത്രി കുവൈറ്റിലായിരുന്നു.
ഇന്നലെ മുഖ്യമന്ത്രിയുടെ പടം ഇന്നത്തെ പത്രത്തിൽ കണ്ടു. മുഖ്യമന്ത്രി UAE എത്തിയിരിക്കുന്നു. കുടുംബാംഗങ്ങളെയും കൂട്ടിയിട്ടുള്ള യാത്ര. അദ്ദേഹത്തിന് അതിലൊരു മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ യാത്രകൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ്. നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് വല്ലപ്പോഴും ആഴ്ചയിൽ 3 ദിവസം കേരളത്തിൽ, 4 ദിവസം വിദേശത്ത്. കഴിഞ്ഞ ദിവസം ബഹുമാനിയായിട്ടുള്ള രാഷ്ട്രപതി തിരുവനന്തപുരത്ത് വന്നു. ബഹുമാനിയായിട്ടുള്ള രാഷ്ട്രപതി തിരുവനന്തപുരത്ത് വന്നത് രാജ്ഭവനിൽ, കേരളത്തിന്റെ രാജ്ഭവനിൽ കേരളത്തിൽ നിന്ന് രാഷ്ട്രപതിയായിട്ടുള്ള ഒരേ ഒരാൾ ശ്രീ KR നാരായണൻ, അദ്ദേഹത്തിന്റെ പ്രതിമാനാച്ഛാദനത്തിലാണ്. ശ്രീ KR നാരായണൻ കേരളത്തിൽ നിന്ന് രാഷ്ട്രപതിയായിട്ടുള്ള ഒരേ ഒരാളാണ്. മാത്രമല്ല ദളിത് വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ്. ആ നിലയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിമാനാച്ഛാദനം. മുഖ്യമന്ത്രിക്ക് സമയമില്ലായിരുന്നു. മുഖ്യമന്ത്രി ആ ചടങ്ങിലെ പങ്കെടുത്തില്ല. സഹകരണ പ്രതിപക്ഷമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞത് അദ്ദേഹം വിദേശ യാത്രയിലാണ്. അന്ന് രാവിലെ അദ്ദേഹം പോയത്. രാഷ്ട്രപതി രാജ്യത്ത് ഒരു സംസ്ഥാനം സന്ദർശിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണമനുസരിച്ചിട്ടാണ്. സംസ്ഥാന സർക്കാർ വിളിച്ചിട്ടാണ്, ക്ഷണിച്ചിട്ടാണ് രാഷ്ട്രപതി വരുന്നത്. ആ രാഷ്ട്രപതിയുടെ പരിപാടികൾ മുൻകൂട്ടി അറിയുന്നതാണ്. ആ മുൻകൂട്ടി അറിയുന്ന പരിപാടിക്ക് വേണ്ടി പോലും അദ്ദേഹത്തിന്റെ വിദേശയാത്ര മാറ്റിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും കരുതുന്നത് എന്താ? അദ്ദേഹം വിദേശത്ത് പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ നാട്ടിന് എന്ത് ഗുണമുണ്ടായി ഈ വിദേശയാത്രകൾ കൊണ്ട്? ഈ നാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വിദേശ നിക്ഷേപം ഈ യാത്രകൾ കൊണ്ടുണ്ടായോ? ഒരൊറ്റ പൈസ വന്നിട്ടില്ല എന്ന് നിയമസഭയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ 25-ലധികം ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഉൾപ്പെടെ 25-ലധികം തവണ ഈ മുഖ്യമന്ത്രി യാത്ര നടത്തിയെന്ന് കഴിഞ്ഞ വർഷത്തെ കണക്കിൽ പറയുന്നു. ഇപ്പൊ അദ്ദേഹം എല്ലാ ആഴ്ചയും യാത്ര ചെയ്യും, തീരാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഇനി ബാക്കിയുള്ള കുറച്ച് രാജ്യങ്ങൾ കൂടി കറങ്ങി തിരിച്ചു വരണം. ഈ നാട്ടിനൊരു പ്രയോജനമില്ല. കോടിക്കണക്കിന് രൂപ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് വിദേശയാത്ര നടത്തുന്ന അദ്ദേഹം ഇപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദർശകനാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടുള്ള സ്ഥിതി അതാണ്. നമ്മുടെ ചില കോളേജുകളിലൊക്കെ, സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. മാസത്തിൽ ഒരു സന്ദർശനം നടത്തി ഒരു ക്ലാസ് എടുത്തിട്ട് തിരിച്ചു പോകും. ഇപ്പോ അദ്ദേഹം കേരളത്തിന്റെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട്, ഒരു വിസിറ്റിംഗ് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇന്നുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തയൊക്കെ കണ്ടപ്പോ ഓരോ ആഴ്ച, ഇന്നലെ കുവൈറ്റിൽ, ഇന്ന് UAE-യിൽ, കഴിഞ്ഞ ആഴ്ച ബഹ്റൈനിൽ, അതിന് മുമ്പിലത്തെ ആഴ്ച ഒമാനിൽ, അതിന് മുമ്പിലത്തെ ആഴ്ച സൗദിയിൽ. ഞാൻ 5 കൊല്ലക്കാലം വിദേശകാര്യ വകുപ്പിൽ മന്ത്രിയായിരുന്നു. നമ്മുടെ വിദേശകാര്യ മന്ത്രി പോലും ഒരു മാസത്തിനുള്ളിൽ ഈ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ, ഗൾഫ് നാടുകൾ, ആ ഗൾഫ് നാടുകളിലെ 6 രാജ്യങ്ങളും ഒരു മാസത്തിനുള്ളിൽ സന്ദർശിച്ചിട്ടില്ല. ഇങ്ങനെ പണം ധൂർത്തടിക്കാൻ, ഈ നാട്ടിന് ഒരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ ഈ പണം ധൂർത്തടിക്കാൻ കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഭരണാധികാരി അതിന് സന്നദ്ധനായിട്ട്, അതിന് തയ്യാറായിട്ട് വരില്ല. മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ഈ കേരളത്തിലെ ഭരണത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയെ പോലെയാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ പറയുന്നതല്ല, ഹൈക്കോടതി പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയെ പോലെയാണ്. ദേവസ്വം ബോർഡിന്റെ ആൾക്കാരാരാ? ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകൾ.
ശ്രീകോവിലെ ശബരിമല ശ്രീകോവിലെ സ്വർണം, അവിടുത്തെ വാതിൽപ്പടി, ഇതെല്ലാം കൊള്ളയടിച്ച് വിറ്റഴിക്കുന്നതിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ആളുകളായിട്ട് ഈ ഭരണ സംവിധാനം മാറിയിരിക്കുന്നു. ഇപ്പോ ഏറ്റവും ഒടുവിൽ ചർച്ച നടക്കുന്നത് നേരത്തെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും അതിനുശേഷം ചെയർമാനുമായിരുന്ന വാസു, അതിനു മുൻപ് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പിന്നീട് പ്രശാന്ത്, ഇവരെല്ലാവരും ആരാ? ഇവരെല്ലാവരും CPM നേതാക്കന്മാർ. വാസു ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും ഇവരെല്ലാവരും CPM നേതാക്കന്മാരാണ്. മന്ത്രിയായിരുന്ന കടകംപള്ളിയാണെങ്കിലും ഇപ്പൊ മന്ത്രിയായിട്ടുള്ള വാസവനാണെങ്കിലും CPM നേതാക്കന്മാരാണ്. ഇവരെല്ലാവരും കൂടി നടത്തിയ ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. ആളുകൾ ചോദിക്കുന്നത്, വാസുവിനെ ചോദ്യം ചെയ്തു, എന്താ അറസ്റ്റ് ചെയ്യാത്തത്? വാസുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാസു പറഞ്ഞിരിക്കുന്നത്, എന്നെ പിടിച്ചാൽ ഞാൻ വാസവനെയും കൊണ്ടേ പോവുള്ളൂ, എന്നെ പിടിച്ചാൽ ഞാൻ കടകംപള്ളിയെ കൊണ്ടേ പോവുള്ളൂ, അതുകൊണ്ട് വാസുവിനെ തൊടാൻ പേടിയാ. എന്തായാലും ഒരു കാര്യം ഇതുകൊണ്ടുണ്ടായി. ഇവർ ഈ പ്രശാന്തിന്റെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ്സുകാരനായിരുന്നു, നിങ്ങൾക്കറിയാം. കോൺഗ്രസിൽ നിന്ന് മാറി വന്നതാ, രാജിവെച്ച് CPM ചേർന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നെടുമങ്ങാട് മത്സരിച്ച് തോറ്റയാളാണ് ഈ പ്രശാന്ത്. അത് കഴിഞ്ഞ് വന്ന് CPM വന്നപ്പോൾ നല്ലൊരു പോസ്റ്റ്, വളരെ വിശ്വസ്തനായിട്ടുള്ള ആളായതുകൊണ്ടാണല്ലോ. കൊള്ളയടിക്കുന്നതിൽ കട്ടമുതലിന്റെ പാതിയെങ്കിലും കിട്ടുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരാളെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്. ആ ആൾക്ക് ഇനിയും 1 കൊല്ലം നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ. ഇന്നിപ്പോ വാർത്ത വന്നു, ജയകുമാർ, പഴയ ചീഫ് സെക്രട്ടറി ജയകുമാർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റാണ്. കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞിരുന്നത് പ്രശാന്തിന് സമയം നീട്ടിക്കൊടുക്കാൻ പോകുന്നു, 1 കൊല്ലത്തെ കൂടി സമയം ദീർഘിപ്പിക്കാൻ പോകുന്നു. എന്തായാലും ഒരു കാര്യം സർക്കാർ സമ്മതിച്ചത് സന്തോഷമുണ്ട്. അതായത് പ്രശാന്തിന് ഈ കൊള്ളയിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞത് അത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ സമയം നീട്ടിക്കൊടുക്കാനുള്ള ആലോചനയിൽ നിന്ന് പിന്മാറി ഇപ്പൊ പ്രശാന്തിനെ മാറ്റിയിട്ട് ജയകുമാറിനെ പ്രസിഡന്റ് ആക്കിയിരിക്കുകയാണ്. ജയകുമാർ പഴയ ചീഫ് സെക്രട്ടറിയാണ്, IAS ഉദ്യോഗസ്ഥനായിരുന്നു, ദീർഘകാലത്തെ പരിചയമുണ്ട്, പല സ്ഥലത്തും കളക്ടറായിരുന്നു. പക്ഷേ ജയകുമാറിന് ഈ കള്ളന്മാരുടെ സമ്മർദ്ദത്തിനിടയിൽ അദ്ദേഹത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും, അദ്ദേഹത്തിന് എത്ര കാലം സത്യസന്ധമായിട്ട് അവിടെ ഭരണം നടത്താൻ കഴിയും എന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ജയകുമാർ സത്യസന്ധനാണെങ്കിൽ ഈ സർക്കാരുമായിട്ട് അദ്ദേഹത്തിന് കലഹിക്കേണ്ടി വരും. കാരണം പണ്ട് ഈ സർക്കാർ ഭരണത്തിൽ വന്നപ്പോ ആദ്യം വിജിലൻസ് കമ്മീഷണറായിട്ട് വെച്ച ആള് ജേക്കബ് തോമസ് ആയിരുന്നു. ജേക്കബ് തോമസ് എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള IPS ഓഫീസർ. പക്ഷേ പിണറായി വിജയൻ ഭരണമേറ്റെടുത്ത് 2-3 മാസങ്ങൾക്കകം തന്നെ ഈ വിജിലൻസ് ചുമതലയുള്ള DGP അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് സംഭവിച്ചത് നമ്മുടെ ചിറ്റപ്പൻ ജയരാജൻ മുൻ മന്ത്രി അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോ പിന്നെ ഈ സർക്കാരിന് ജേക്കബ് തോമസിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ജേക്കബ് തോമസിന് പിരിഞ്ഞു പോകേണ്ടി വന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം കൊല്ലം 4ആയി, ഇന്ന് വരെ അദ്ദേഹത്തിന് പെൻഷൻ പോലും കൊടുത്തിട്ടില്ല. സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അവസാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചു. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയാണ്. പക്ഷേ RSSന്റെ 100ാം വർഷം ആഘോഷിച്ചപ്പോ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ അദ്ദേഹം RSSന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്ത വാർത്ത നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. കാരണം സത്യസന്ധരായിട്ടുള്ള ആളുകൾക്ക് ഈ സർക്കാരിന്റെ കൂടെ ജീവിക്കാൻ സാധ്യമല്ല, ഈ സർക്കാരിനോടൊപ്പം നിൽക്കാൻ സാധ്യമല്ല.
അങ്ങനെയുള്ള ആളുകൾക്ക് ആശ്രയമായിട്ടുള്ളത്, അഭയമായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും RSSഉം ഒക്കെയുള്ള സംഘടനകൾ മാത്രമാണ് എന്നുള്ളതിന് മതത്തിന് അതീതമായിട്ട് ജനങ്ങൾ ഓരോരുത്തരായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ജയകുമാറിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. എന്തായാലും ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഓരോ പുതിയ തള്ളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്തായിരുന്നു കിറ്റ് വിതരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോവിഡിന്റെ കാലം 2020 മാർച്ച് മുതൽ കോവിഡ് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ജീവിതത്തെ മുഴുവൻ തന്നെ സ്തംഭനാവസ്ഥയിലാക്കുന്ന തരത്തിൽ കോവിഡ് വ്യാപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്, അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നരേന്ദ്രമോദി നൽകിയ ഭക്ഷ്യധാന്യങ്ങൾ സ്വന്തം പണം അച്ചടിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്ത മഹാനാണ് ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയൻ. ബഹുമാന്യനാണ്, നമ്മളെല്ലാവരും അങ്ങനെ പറയണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു സുപ്രഭാതത്ത് പറഞ്ഞിരിക്കുക, നമ്മുടെ എല്ലാവരുടെയും അതിദാരിദ്ര്യം അവസാനിച്ചു. ദാരിദ്ര്യം കുറച്ചുണ്ട് എന്നാണ് മമ്മൂട്ടി പറയുന്നത്. ഈ അതിദാരിദ്ര്യം തീർന്ന കാര്യം പ്രഖ്യാപിക്കാൻ മമ്മൂട്ടിയെയും കമലഹാസനെയും മോഹൻലാലിനെയും വിളിച്ചു. കമലഹാസനും മോഹൻലാലും കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് കമലഹാസനും മോഹൻലാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. മമ്മൂട്ടി കുറച്ചു കാലമായിട്ട് സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അദ്ദേഹം വന്നിട്ട് പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അതിദാരിദ്ര്യം തീർന്നു എന്ന് പറയുന്നു, എനിക്കറിയില്ല, പക്ഷെ ദാരിദ്ര്യമുണ്ട് എന്ന് എനിക്കറിയാം. അത്രയും സത്യസന്ധമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ സർക്കാർ പറയുന്നത് അതിദാരിദ്ര്യം തീർന്നു. എന്താ അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം? സംസ്ഥാന സർക്കാർ പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ 64,000 കുടുംബങ്ങളിലെ 1 ലക്ഷം ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. ഞാൻ അത് പറയുന്നത് പൂർണ്ണമായും ശരിയാണ് എന്ന് ഞാൻ പറയും. ഈ 1 ലക്ഷം ആളുകൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായിട്ടുണ്ട്. പക്ഷേ ആരാണത് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ എനിക്ക് പിണറായി വിജയനോട് ചോദിക്കാനുള്ളൂ. കാരണം അതറിയണമെങ്കിൽ ഈ 10 കൊല്ലം കൊണ്ട് 1 ലക്ഷം ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയത് ഇത്ര വലിയ ആഘോഷം നടത്തേണ്ടതാണോ അല്ലയോ? ആ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം ഈ രാജ്യത്ത് 17 കോടി ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ 17 കോടിയിൽ പെടുന്നതാണ് കേരളത്തിലെ 1 ലക്ഷം. 17 കോടിക്ക് പുറത്തല്ല. ഈ 17 കോടി ആളുകൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. അതിൽ 1 ലക്ഷം കേരളത്തിലാണ്. കേരളത്തിലെ സംഖ്യ എന്താ ഇത്ര കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം പറഞ്ഞല്ലോ. അതായത് നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് അവരയക്കുന്ന പണം, ആ പണം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ അടുപ്പിൽ തീ പുകയുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ വീടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത്. ആ ദാരിദ്ര്യം ഇല്ലാതാക്കിയത് കേരള സർക്കാരല്ല. ആ ദാരിദ്ര്യം ഇല്ലാതാക്കിയത് ഈ നാട്ടിൽ നിന്ന് പുറത്തുപോയി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ആ ചൂടിനെ വകവയ്ക്കാതെ രക്തം വിയർപ്പാക്കി പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ സഹോദരി സഹോദരന്മാർ, അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ നാട് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ലോകബാങ്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തി. ലോകബാങ്ക് പഠനം നടത്തിയിട്ട് അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ ഇത് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 17 കോടി ആളുകൾ അതിദാരിദ്ര്യ രേഖയിൽ നിന്ന്, അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. 37 കോടി ആളുകൾ
ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് വന്നു. അതിന്റെ കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളാണ്. 80 കോടി ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായിട്ട് നൽകുന്നു. കേരളത്തിൽ 5,90,000 കുടുംബങ്ങൾക്ക് മഞ്ഞക്കാർഡ് ഉടമകളാണ്. ആ മഞ്ഞക്കാർഡ് ഉടമകൾക്ക് റേഷൻ അരി നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, അത് നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ മഞ്ഞക്കാർഡിന്റെ ബലത്തിലാണ് കേരളം കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത്. ഈ 5,91,000 കുടുംബങ്ങളിൽ പെടുന്ന ആളുകൾ, ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഗുണഭോക്താവിന് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തുന്ന സംവിധാനം, ആ സംവിധാനം ഏർപ്പെടുത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് 56 കോടി ജനങ്ങൾ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുത്തു. സ്വാതന്ത്ര്യം കിട്ടി 1947 തൊട്ട് 2014 വരെയുള്ള 67 കൊല്ലക്കാലത്തിനിടയിൽ ബാങ്കിന്റെ പടിവാതിൽക്കൽ പോകാൻ സാധിക്കാതിരുന്ന 56 കോടി ആളുകൾ, അവർ പുതുതായിട്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായത് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നപ്പോഴാണ്. അതിനു മുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു എന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമാൻ രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധി പറഞ്ഞത്, ഞാൻ 100 രൂപ ഡൽഹിയിൽ നിന്ന് അയക്കുമ്പോ ഗുണഭോക്താവിന് 15 രൂപയാണ് കിട്ടുന്നത്, 85 രൂപ ഇടയിൽ ചോർന്നു പോകുന്നു. എന്തുകൊണ്ടാ? നേരിട്ട് ഗുണഭോക്താവിന് എത്തിക്കാൻ സംവിധാനമില്ല. അതുകൊണ്ട് സർക്കാരുകൾ മാറി മാറി കൊടുക്കുന്നു, ഇടനിലക്കാർ വഴി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പല വഴികളിലൂടെ കൊടുക്കുമ്പോ 100 രൂപ കൊടുക്കുന്നതിൽ 15 രൂപ മാത്രമേ ഗുണഭോക്താവിന്റെ കൈവശമെത്തുന്നുള്ളൂ. അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണം ഏറ്റെടുത്തപ്പോ ആദ്യം ചെയ്ത കാര്യം. എനിക്ക് ഓർമ്മയുണ്ട്, 2014 അന്ന് ഞാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് ജൻധൻ അക്കൗണ്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടന്നു. ആദ്യം ചെയ്തത് അതാണ്. കാരണം സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അവർക്ക് നേരിട്ട് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. 56 കോടി ആളുകൾ, ആ 56 കോടികളിൽ 55% സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭർത്താവ് ജോലി ചെയ്ത് അതിന്റെ കൂലി വീട്ടിലെത്തിയാലും ഇല്ലെങ്കിലും അമ്മമാരും സഹോദരിമാർക്കും അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. 2.5 ലക്ഷം കോടി രൂപ ഈ അക്കൗണ്ടുകളിൽ ഇന്നുണ്ട് എന്നാണ് സ്റ്റേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടുള്ള കണക്കുകളിൽ പറയുന്നത്. കോവിഡിന്റെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ജൻധൻ അക്കൗണ്ടുകളിലേക്കും നേരിട്ട് പണം വന്നു. ഇപ്പോ കിസാൻ സമ്മാൻ നിധി, ആ കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് നേരിട്ട് പണം വരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയും ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ശുപാർശ വേണ്ട, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയും കാല് പിടിക്കണ്ട, ഒരാളുടെയും ശുപാർശ കത്ത് വേണ്ട. അങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേരിട്ട് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ എടുത്ത നടപടികൾ, അതോടൊപ്പം ആയുഷ്മാൻ ഭാരത്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവായിട്ട് കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി, എല്ലാവർക്കും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് വീടുകൾ, എല്ലാ വീടുകളിലും കുടിവെള്ളം, ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി, എല്ലാ വീടുകളിലും ശുചിമുറികൾ. ഇങ്ങനെയുള്ള പദ്ധതികളുടെ ഫലമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് 37 കോടി ജനങ്ങൾ, ആ 37 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖക്ക് മുകളിലേക്ക് വന്ന 17 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായിട്ടുള്ള ഒരു സാഹചര്യം. അതോടൊപ്പം 10 കോടി വ്യാജ ഗുണഭോക്താക്കൾ. രാജീവ് ഗാന്ധിയുടെ കാലത്ത്
നൽകിയിരുന്നത് മുഴുവൻ തന്നെ അർഹരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നതിന് പകരം അനർഹരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന സാഹചര്യം. ആ സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് 10 കോടി കള്ള അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല കള്ള റേഷൻ കാർഡ്, ഉച്ചക്കഞ്ഞിയുടെ പേരിൽ പോലും പണം വെട്ടിപ്പ് നടത്തുന്ന സംവിധാനങ്ങൾ, ഉച്ചക്കഞ്ഞി എന്നുള്ള പേരിൽ സ്കൂളുകളിൽ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ ഇല്ലാത്ത കുട്ടികളുടെ പേര് പറഞ്ഞ് അത് എഴുതിയെടുക്കുന്ന സംവിധാനം ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള 10 കോടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനസംഖ്യയുടെ കഷ്ടിച്ച് 10% ആളുകൾ, അത്രയും ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കള്ളക്കണക്കുകൾ എഴുതി അത് മുഴുവൻ തന്നെ കട്ടെടുത്തിരുന്ന ആളുകൾ, ആ ആളുകളെ കണ്ടെത്തി അതില്ലാതാക്കി. അതിന്റെ ഫലമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിന് നേതൃത്വം നൽകിയത്. അതില് ആ 17 കോടിയിൽ 1 ലക്ഷമാണ് കേരളത്തിൽ, 3 കോടി ആളുകളാണ് ഉത്തർപ്രദേശിൽ ഈ അതിദാരിദ്ര്യ രേഖയുടെ മുകളിലേക്ക് വന്നത്. യോഗി ആദിത്യനാഥ് ഒരു സിനിമാ നടനെയും വിളിച്ചിട്ട് പരിപാടി നടത്തിയില്ല. കാരണം പട്ടിണി മാറ്റുക എന്നുള്ളത് ഭരണാധികാരിയുടെ ചുമതലയാണ്. അത് സിനിമാ താരങ്ങളെ വിളിച്ച് ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള 1.5 കോടി രൂപ മാറ്റിവെച്ച് അത് സിനിമാ താരങ്ങളെ വിളിച്ചുകൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടി ചെലവാക്കി കൊട്ടിഘോഷിക്കേണ്ടതല്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് യോഗി ആദിത്യനാഥ് 3 കോടി ആളുകളെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ദാരിദ്ര്യരേഖക്ക് അതിദാരിദ്ര്യരേഖക്ക് മുകളിലേക്ക് വന്ന 1 ലക്ഷത്തിന്റെ 300 ഇരട്ടി, ആ 300 ഇരട്ടി ആളുകളെ ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പോലും യോഗി ആദിത്യനാഥ് ഒരു പരിപാടി പോലും നടത്തിയിട്ടില്ല അതിന്റെ പേര്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര തരംതാണ പ്രചാരവേലയാണ് കേരളത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സർക്കാരിന് ജനങ്ങളുടെ വേദനകൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് ഇപ്പൊ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് PM-ശ്രീയുടെ പേരിൽ നടക്കുന്നത്. എന്താ PM-ശ്രീ? ഈ നാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ഒരുക്കി കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് അവിടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അവിടെ നല്ല ലൈബ്രറികൾ, അവിടെ കുട്ടികൾക്ക് പഠന അന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള സംവിധാനം, അതിനു വേണ്ടിയിട്ടാണ് PM-ശ്രീ. പക്ഷെ കേരള സർക്കാർ പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കില്ല. ഇപ്പൊ പറഞ്ഞിരിക്കുക അത് മരവിപ്പിക്കാൻ വേണ്ടി കത്തെഴുതാൻ പോകുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ CBSE സ്കൂളിൽ പഠിക്കുന്ന ആളുകൾക്കാർക്കും പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവര് ഇപ്പൊ തന്നെ പഠിക്കുന്നത് നല്ല സ്കൂളുകളിലാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മുടെ സാധാരണ ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, സ്വകാര്യ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്നതിലൂടെ ഈ നാട്ടിലെ സാധാരണക്കാരനെ അവരെന്നും താഴെക്കിടയിൽ നിൽക്കുന്നവനായിട്ട് നിലനിൽക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ തന്നെ ഇപ്പോൾ തന്നെ തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു കണക്കനുസരിച്ച് കേരളത്തിലെ 2.25 ലക്ഷം, കേരളത്തിലെ കോളേജുകളിലുള്ള 2.25 ലക്ഷം സീറ്റുകളിൽ 80,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക. നമ്മുടെ കുട്ടികള് പുറത്തുപോയി എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു, MBBS പഠിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ വ്യാപകമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയത്. 160-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. ഈ വർഷത്തെ കണക്ക് എത്രയാ? ഈ വർഷം കേരളത്തിൽ ആകെയുള്ള 56,000 എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ 23,000 സീറ്റുകൾ മാത്രമേ കുട്ടികൾ പ്രവേശനം നേടിയിട്ടുള്ളൂ. 33,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. 33,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് പഠിക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല. 40,000 കുട്ടികൾ കേരളത്തിലും പുറത്തു പഠിക്കുന്നു, മലയാളികളായിട്ടുള്ള കുട്ടികൾ. എന്തുകൊണ്ടാണ് അവർ കേരളത്തിൽ പഠിക്കാത്തത്?
കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സാഹചര്യം കുത്തഴിഞ്ഞു കിടക്കുകയാണ്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് വൈസ് ചാൻസലറെ ആ ക്യാമ്പസിനകത്ത് കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന CITUക്കാരും SFIക്കാരും അവരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ഗവർണറെ തടയും എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ കാണിച്ച ബഹളം നിങ്ങൾ എല്ലാവരും TV-യിൽ കണ്ടിട്ടുണ്ടാവും. എന്താ കാരണം? ഭാരതാംബയുടെ പടം വെച്ചു. ഇന്നിപ്പോ പുതിയൊരു വിവാദം, ഇന്ന് നമ്മുടെ വന്ദേ ഭാരതിന്റെ പുതിയ ട്രെയിൻ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുറെ കുട്ടികൾ അവരുടെ അധ്യാപകരോടൊപ്പം ഒരു പാട്ടുപാടി, ദേശഭക്തി ഗാനം. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുപാടി. ആ പാട്ടുപാടിയപ്പോ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ UAE-യിലാണ്. അതിനിടയിൽ അവിടെ നിന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരിക്കുക, കേരളത്തിൽ RSSന്റെ പാട്ട്. ഈ പാട്ടിൽ എവിടെയും RSS ഇല്ല. ഈ പാട്ടിൽ ഒരു അക്ഷരം, RSS എന്ന് പറയുന്ന ഒരു അക്ഷരം. ഈ പാട്ടിൽ ശ്രീനാരായണ ഗുരുദേവനുണ്ട്, ഈ പാട്ടിൽ അരവിന്ദനുണ്ട്, ഝാൻസി റാണിയുണ്ട്, ഭഗത് സിംഗ് ഉണ്ട്. ഇവരുടെയൊക്കെ പരാമർശം നടത്തുന്നത് എങ്ങനെയാ ദേശവിരുദ്ധമാകുന്നത്? ഈ പരാമർശം നടത്തുന്നത് ഈ രാജ്യത്തെ മതപരമായിട്ട് ഭിന്നിപ്പിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ആളുകൾ അവര് ഭഗത് സിംഗിനെയും അതേപോലെ ഝാൻസി റാണിയെയും അംഗീകരിക്കാത്തവരാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, ഹിജാബിന്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടുകൾ, ഇതൊക്കെ ഈ നാട്ടിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് ഒരു വിഭാഗം ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി അവരുടെ പിന്തുണയാർജിക്കാൻ വേണ്ടി നടത്തുന്ന കുൽസിത ശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അതുകൊണ്ട് CPM-കാര്, കമ്മ്യൂണിസ്റ്റുകാര് അവര് കാലത്തിനനുസരിച്ചിട്ട് മാറാൻ അവർ തയ്യാറില്ലെങ്കിൽ നാളെ അവര് ഈ നാടിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും. അത് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. കമ്മ്യൂണിസ്റ്റ് ലോകത്ത് ഇപ്പൊ എവിടെയില്ല, റഷ്യയിലും ചൈനയിലും ഇല്ല. ചൈനയില് കമ്മ്യൂണിസ്റ്റ് അവസാനിച്ചു, റഷ്യയില് നേരത്തെ അവസാനിച്ചു. ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത്, പിന്നീട് തുടക്കത്തിൽ രാജ്യം മുഴുവൻ ഉണ്ടായിരുന്നു. ആഫ്റ്റർ നെഹ്റു EMS എന്നൊരു കാലത്ത് മുദ്രാവാക്യം മുടക്കിയിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ചെങ്കോട്ടയിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം EMS പതാക ഉയർത്തും. EMS പോയിട്ട് EMSന്റെ അതിനുശേഷം വന്ന എത്രയോ CPM നേതാക്കന്മാര് ആ പാർട്ടിക്ക് നേതൃത്വം നൽകി. ഇപ്പോ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന സ്വപ്നം പോലും ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും കാണുന്നില്ല. ഒരു കാലത്ത് മഹാരാഷ്ട്രയിൽ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു, ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുണ്ടായിരുന്നു, ഉത്തർപ്രദേശിലുണ്ടായിരുന്നു, പഞ്ചാബിലുണ്ടായിരുന്നു. അവസാനം വന്നപ്പോ ആകെ ബാക്കി വന്നത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും. ആ ബംഗാളിൽ 35 കൊല്ലം CPM-ഉം CPI-യും തുടർ ഭരണത്തിലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? മരുന്നിന് പോലും ഒരു MLA ഇല്ല, ഒരു MLA ഇല്ല. ബംഗാളിന്റെ നിയമസഭയിലെ 294 MLA-മാരിൽ ഒരാൾ പോലും CPM-ലോ CPI-ലോ പെടുന്ന ആളുകളില്ല. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ശിക്ഷിച്ചത്? കാരണം ലക്ഷക്കണക്കിന് ബംഗാളികള്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ എല്ലാ ജംഗ്ഷനിലും രാവിലെയും വൈകുന്നേരവും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നാരാ? ബംഗാളികൾ. അവിടെ തൊഴിലില്ലാത്ത സാഹചര്യം വന്നു. CPM-ന്റെ 35 കൊല്ലക്കാലത്തെ ഭരണത്തിൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ തന്നെ CPM-ന് വെറുത്ത് ആ നാട്ടിൽ നിന്ന് അവസരങ്ങൾ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. ത്രിപുരയിൽ അത് തന്നെ സംഭവിച്ചു. ത്രിപുരയില് ദീർഘകാലം 25-30 കൊല്ലക്കാലം ഭരണം നടത്തിയിരുന്ന CPM ഒരൊറ്റ സീറ്റില്ലാതിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വന്നു.
അതിനു മുൻപ് CPM-ന്റെ അതിനു മുൻപ് ത്രിപുരയിൽ കേരളത്തിലെ അവസ്ഥ പോലും വരുന്നില്ല. കേരളത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ അതുപോലും ജയിച്ചിട്ടില്ലായിരുന്നു BJP. പക്ഷേ ത്രിപുരയിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിലേക്ക്. ഇനി ആകെ ബാക്കിയുള്ളത് കേരളമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം യാതൊരു സംശയവും വേണ്ട. കാരണം അഴിമതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വീട് തൊട്ട് പഞ്ചായത്ത് വരെ പുതിയ പുതിയ വഴികൾ കണ്ടുപിടിക്കുക. മുഖ്യമന്ത്രിയുടെ മകള് കരിമണലുകാരുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങുക എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങ് താഴോട്ട് വരുമ്പോ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള വഴി കണ്ടുപിടിക്കുക. അതിലൊന്നാണ് ഭഗവാന്റെ വാതിൽപ്പടി അടക്കം മോഷ്ടിച്ച് കൊള്ള ചെയ്ത് വിറ്റഴിക്കുക എന്നുള്ള സമീപനം. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഈ നാട്ടിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് മുന്നണികളുടെ ഭരണത്തിന് കീഴിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിച്ച് ഉപജീവന മാർഗം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം, ആ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കടക്കാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇന്നും ഉപജീവന മാർഗം തേടി ആളുകൾ കടൽ കടക്കേണ്ടി വരുന്നു, ആളുകൾ കേരളത്തിന്റെ അതിർത്തി കടക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തിലേക്ക് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. അതുകൊണ്ട് മാറാത്തത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറും എന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട്, എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന മുഴുവൻ ആളുകളെയും സ്വീകരണങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.